ഇന്ന് ഞാൻ പറയുന്നത് സാബിതയുടെ അതിരുവിട്ട സംസാരത്തിൻ്റെ കാര്യം മാത്രമല്ല. ഇത് നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വേദനാജനകമായ മുന്നറിയിപ്പാണ്. ഒരു സ്ത്രീ, ഒരു യൂട്യൂബ് ചാനൽ, ആദ്യം ശ്രദ്ധ, പിന്തുണ, കയ്യടി. പക്ഷേ പതുക്കെ വളരെ പതുക്കെ ആ ചാനൽ വിശ്വാസത്തെ കുത്തിവെക്കുന്ന ഒരു വേദിയായി മാറുകയായിരുന്നു. ഉസ്താദുമാരെക്കുറിച്ച്, ദീൻ പഠിപ്പിക്കുന്നവരെക്കുറിച്ച്, മുസ്ലിം സമൂഹം തലമുറകളായി ആദരിച്ചു വന്ന പണ്ഡിതന്മാരെക്കുറിച്ച് വിമർശനമല്ലായിരുന്നു അത്. അവിടെ പലപ്പോഴും അത് അവഹേളനമായിരുന്നു, പരിഹാസമായിരുന്നു. അവരത് നിഷ്പ്രയാസം പറഞ്ഞു പോയെങ്കിലും വിശ്വാസിയുടെ നെഞ്ചത്ത് കുത്തുന്ന വാക്കുകളായിരുന്നു അത്. ഒരുപാട് ആളുകൾ വേദനിച്ചു, ഒരുപാട് ആളുകൾ മൗനം പാലിച്ചു. ഒടുവിൽ ചിലർ പറഞ്ഞു, ഇത് മതി, ഇനിയും സഹിക്കാൻ പറ്റില്ല. അവിടെ നിന്നാണ് സംഭവങ്ങളുടെ ദിശ മാറിയത്. ഇന്ന് ആ ചാനൽ യൂട്യൂബിലില്ല, സെർച്ച് ചെയ്താൽ കാണാനില്ല, ലിങ്കുകൾ തുറക്കില്ല. ഇതിന് സാബിത പറയുന്നത് എൻ്റെ പാസ്വേഡ് മറന്നു പോയത് കൊണ്ടാണെന്നാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. യൂട്യൂബ് ആ ചാനൽ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി അത് തിരിച്ചു കിട്ടുമോ എന്നത് അറിയില്ല. ഒട്ടേറെ ആളുകൾ ബഹുമാനിക്കുന്ന ഉസ്താദുമാരെ നിരന്തരമായി കുറ്റം പറഞ്ഞതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ റിപ്പോർട്ടടിച്ച് സാബിതയുടെ ചാനൽ ഇല്ലാതാക്കിയതാണോ? അങ്ങനെയെങ്കിൽ സാബിത ഇനി പുതിയ ചാനലിൽ അത്തരം കാര്യങ്ങൾ തുടരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയും തുടരുകയാണെങ്കിൽ ഈ ചാനലും അതുപോലെ കാണാതായി പോകും. ഉസ്താദുമാരുടെ വാക്കുകൾക്ക് നമ്മൾ നൽകേണ്ട വില ഇതാണോ? അവരെ പൊതുവേദിയിൽ തകർക്കുന്ന ശൈലി ഒരിക്കലും അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല. ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് ഇതാണോ? അറിവുള്ളവരെ അപമാനിക്കൂ എന്ന്, ദീൻ പഠിപ്പിക്കുന്നവരെ പരിഹസിക്കൂ എന്ന്? ഇല്ല, ഒരിക്കലുമില്ല. ഉസ്താദുമാർ മാലാഖമാരല്ല. അവർക്കും തെറ്റുകളുണ്ടാകാം. പക്ഷേ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അദബുണ്ടാകണം. ഒരു വേളയിൽ ഈ സ്ത്രീ തന്നെ പറയുന്നു, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടുവെന്ന്. സാബിത കണ്ടു മക്കളെ എന്ന് പറയുമ്പോൾ സാബിതയുടെ ചാടിക്കളി ഞങ്ങളും കണ്ടു. എങ്ങനെയാണ് നബി തങ്ങളുടെ പേരിൽ ഇവർക്ക് കളവ് പറയാൻ കഴിഞ്ഞത്? സത്യത്തിൽ നിങ്ങൾ നബിയെ സ്വപ്നം കണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ പൊതുവേദിയിൽ മുഖം കാണിച്ചു വരുവാനുള്ള മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കില്ല. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ പ്രവാചകനെ സ്വപ്നം കാണാൻ കഴിയുകയുമില്ല. നബിയുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചാൽ അവരുടെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. അങ്ങനെ സാബിതാക്ക് ഇനി ചാനലിലൂടെ മിണ്ടാൻ കഴിയില്ല. അവർ സാബിറ ബ്ലോഗ് എന്നൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവരെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് സപ്പോർട്ട് നൽകിക്കോളും. പക്ഷേ ഒരിക്കലും സാബിത ഇനി പഴയ പ്രവണത തുടരാൻ നിൽക്കരുത്. അങ്ങനെയെങ്കിൽ ഈ ചാനലിൻ്റെ ഗതിയും അതോ ഗതിയായി മാറും. പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ പറഞ്ഞപ്പോഴും ഉസ്താദ് ഒരു വേദിയിൽ പറഞ്ഞത് അവർക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകട്ടെ എന്ന്. ഇവരാണ് ഉസ്താക്കന്മാർ. നമ്മൾ മാതൃകയാക്കേണ്ടതും ഇവരെ തന്നെ. അവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്.